ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ കേരള സർക്കാർ കെ സ്മാർട്ട് എന്ന ഒരു പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ഒരു പുതുവർഷ സമ്മാനമായി 2024 ജാനുവരി 1 തന്നെയാണ് കെ സ്മാർട്ട് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് കെ സ്മാർട്ട് എന്നും എങ്ങനെയൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാമെന്നൊന്ന് മനസ്സിലാക്കിയാലോ? ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് കെ സ്മാർട്ട് എന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കെ സ്മാർട്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ പുരോഗതി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സ്മാർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കെ സ്മാർട്ട് എന്ന ആപ്പ് ആരാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ വികസിപ്പിച്ചത്. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വിന്യസിക്കുന്നത്. ഏപ്രിൽ 1 കെ സ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. കെ സ്മാർട്ട് വരുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനായുള്ള ഓൺലൈൻ സേവനമാണ് കെ സ്മാർട്ട് അല്ലേ. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കുന്നു. കൂടാതെ അപേക്ഷകളും പരാതികളും കൈപ്പറ്റിയതിൻ്റെ രസീത് പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ വാട്സാപ്പിലും ഇമെയിലിലും ഇൻ്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനത്തിലൂടെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കെ സ്മാർട്ടിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും 35 മൊഡ്യൂളുകളായി തിരിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കാനാണ് പദ്ധതി. വെബ് പോർട്ടലിൽ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അതാത് മൊഡ്യൂളുകളിലെത്തി ആവശ്യമായ വിവരങ്ങൾ നൽകി സേവനം ലഭ്യമാക്കാം. ഇതുകൂടാതെ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനിൽ ഫോൺ നമ്പറും OTP നൽകിയും ലോഗിൻ ചെയ്യാം. ഇനി കെ സ്മാർട്ട് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യഘട്ടത്തിലെ സിവിൽ രജിസ്ട്രേഷൻ, അതായത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, ബിസിനസ് ഫെസിലിറ്റേഷൻ, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ, വസ്തുനികുതി, യൂസർ മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഫിനാൻസ് മൊഡ്യൂൾ, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജന പരാതി പരിഹാരം എന്നീ 8 സേവനങ്ങൾ ലഭ്യമാകും. അതുപോലെ വിവാഹ സർട്ടിഫിക്കറ്റിന് വധൂവരന്മാർ ഇനി നേരിട്ട് പഞ്ചായത്തിലെത്തേണ്ട കാര്യമില്ല. ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. കെ സ്മാർട്ട് ലോഞ്ച് ചെയ്തതോടെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്ന പതിവ് രീതിക്കാണ് മാറ്റം വരുന്നത്. തദ്ദേശ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ ക്ലിക്കിൽ അറിയാൻ സാധിക്കും. ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സമയലാഭം, അഴിമതിരഹിതം, ഇതെല്ലാമാണ് കെ സ്മാർട്ട് പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഭൂമി വിവരം കിട്ടുന്ന കെ സ്മാർട്ട് ഓരോ സ്ഥലത്തും നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് എത്ര ഉയരമാകാമെന്ന് വരെ പറഞ്ഞു തരും. സർക്കാർ വകുപ്പുകളുടെ ഡാറ്റ ശേഖരം ഉപയോഗിച്ച് രാജ്യത്ത് ആദ്യമായാണ് ഭൂമി വിവരങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ തന്നെ ഓൺലൈനായി ജനങ്ങളിൽ എത്തിക്കുന്നത്. കെ സ്മാർട്ടിൽ അപേക്ഷാ ഫീസും നികുതിയും പരാതികളുമെല്ലാം ഓൺലൈനായി നൽകാം. തത്സമയം സ്ഥിതിവിവരം അറിയുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അനുമതിക്ക് വേണ്ടി കെ സ്മാർട്ടിൽ അപ്ലൈ ചെയ്യാണ്. എങ്ങനെയാണ് ഈ പ്ലാനുകൾ ചട്ടപ്രകാരമാണോ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്? റവന്യൂ വകുപ്പിൻ്റെ ഡിജിറ്റൽ സർവേയിലെയും ദുരന്ത നിവാരണ വകുപ്പിലെയും രേഖകൾ കെ സ്മാർട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കും. എയർപോർട്ട് അതോറിറ്റി, തീരദേശ പരിപാലന വിഭാഗം, തദ്ദേശ സ്ഥാപനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ, റെയിൽവേ എന്നിവയിലെ വിവരങ്ങൾ ഉപയോഗിച്ചാകും ഭൂമി വിവരം ഇൻഫർമേഷൻ കേരള തയ്യാറാക്കിയ കെ സ്മാർട്ടിൽ നൽകുക. ഭൂമി സ്കാൻ ചെയ്യുമ്പോൾ തന്നെ തീരദേശ പരിപാലന നിയമപരിധിയിലാണോ, റെയിൽവേ എയർപോർട്ട് സോണുകളിലാണോ, പരിസ്ഥിതി ലോല പ്രദേശമാണോ, കെട്ടിടത്തിന് പറ്റിയ ഭൂമിയാണോ എന്നൊക്കെ കെ സ്മാർട്ടിന് അറിയാം. കെട്ടിട നിർമ്മാണ പ്ലാനുകൾ ചട്ടപ്രകാരമാണോ എന്ന് കെ സ്മാർട്ട് അത് വെച്ച് പറയുകയാണ് ചെയ്യുക. ഇനി നമുക്കൊരു സംശയം ഉണ്ടാവും, സ്വകാര്യ വിവരങ്ങൾ നമ്മൾ ആപ്പിലേക്ക് നൽകുമ്പോൾ അത് സുരക്ഷിതമായിട്ടാണോ ഇരിക്കുക എന്ന്.
കെ സ്മാർട്ടിൽ വ്യക്തികൾ നൽകുന്ന വിവരങ്ങൾ മൂന്നാമതൊരാൾക്ക് കാണാനാവില്ല. സിറ്റിസൺ ലോഗിനിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ അക്ഷയ, കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് വഴിയോ രജിസ്റ്റർ ചെയ്യാം. കൈപ്പറ്റ് രസീതിൻ്റെ വിവരം SMS ആയും മെയിലിലും വാട്സാപ്പിലും വരും. തുടക്കം നഗരങ്ങളിലായിരിക്കുമെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാവുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും കെ സ്മാർട്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ഉപയോഗിക്കുന്ന ILGMS സോഫ്റ്റ്വെയർ ഭാവിയിൽ ഇല്ലാതാകുകയും ചെയ്യും. ബിൽഡിംഗ് പെർമിറ്റിന് ശരിയായ രേഖകൾ സമർപ്പിച്ചാൽ ഓൺലൈനിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി 30 സെക്കൻഡിനകം തന്നെ ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കും. നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിൽ സ്ഥലവിവരങ്ങൾ ലഭ്യം. പ്ലാനുകൾ സാധുവാണോ എന്ന് സോഫ്റ്റ്വെയർ പരിശോധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കെട്ടിടങ്ങൾ എന്ന മെനുവിൽ അവരവരുടെ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ അറിയാം. സർട്ടിഫിക്കറ്റും സാക്ഷ്യപത്രവും എടുക്കാം. നികുതി അടയ്ക്കാം. കെട്ടിടം പൂർത്തിയാവുമ്പോൾ വീണ്ടും അപേക്ഷിക്കാതെ നികുതി നിർണ്ണയിക്കൽ നമ്പർ, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടത്തിനും ഒന്നിച്ച് നികുതി അടയ്ക്കാം. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അപേക്ഷയില്ലാതെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. കെ സ്മാർട്ടിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നൽകിയ അപേക്ഷകളും അവയുടെ നിലവിലെ സ്ഥിതിയും ഒക്കെ അറിയാൻ കഴിയും. പുതിയ അപേക്ഷകൾ നൽകാൻ മുകളിൽ അപ്ലൈ എന്നൊരു ടാബുണ്ട്. സിവിൽ രജിസ്ട്രേഷൻ വിഭാഗത്തിലാണ് ജനന, മരണ, വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ 35 മൊഡ്യൂളുകളായി തിരിച്ചാണ് കെ സ്മാർട്ടിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കെ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷനെ പറ്റി ഒരു വിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന പോലുള്ള സേവനങ്ങളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ലഭിക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ കെ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷനിലൂടെ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ, ബായ്.